ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിപ്പം 2-3 ദിവസം മുന്നേ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കാര്യം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഓഫ് കിട്ടുന്നത് ഡേയ്സ് വളരെ കുറവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഒരു സ്ട്രോബെറി ഫാമിലോട്ടാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള റാഡ്ഫോർഡ് സ്ട്രോബെറി ഫാമിലാണ് പോകുന്നത്. ഈ സമ്മർ ആവുന്ന സമയത്താണ് അവിടെ സ്ട്രോബെറീസ് എല്ലാം ഒരുപാട് കാണാൻ പറ്റുന്നതും നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ നമ്മൾ മക്കൾക്ക് ഒരു എൻജോയ്മെൻ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് അവിടെ പോകുന്നു. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. നല്ല വെയിലൊക്കെയുള്ള അത്യാവശ്യം നല്ലൊരു ഡേ ആയിരുന്നു. അത് കാരണം തന്നെ മക്കൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. Where are you going? We're going to go to the clouds. The red or the white? I don't know, I think it's white. Saki, where are you going? I can red is white. Red Huh? or white, I'm ready to go. Why don't you say green to your baby? Red. പറയ് എവിടേക്കാ പോണെന്നുള്ളത്. നമ്മളിപ്പോൾ റാഡ്ഫോർഡ് സ്ട്രോബെറി ഫാമിലാണുള്ളത് അല്ലേ? I want to sit in a pink here on pumpkins. It's a pumpkin. Where is the pumpkin? അപ്പോൾ സാക്കി അവിടെ പംകിൻ പിക്ക് ചെയ്യാന്ന് എഴുതി വെച്ചത് കണ്ടിട്ട് പംകിൻ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലേക്ക് പോലെ ഓരോ സമയത്തും ഓരോ ഇടവിളി കൃഷി എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിലെ, അതുപോലെ ഇവിടെ ഓരോ സീസൺ അനുസരിച്ചിട്ട് ഓരോ സംഭവങ്ങളാണ് കൃഷി ചെയ്യുന്നു, മീൻസ് ഫാമിലുണ്ടാവുമെന്ന് തോന്നുന്നു. കാര്യം ഇപ്പം സ്ട്രോബെറിയുടെ ഒരു സീസണാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു ഒക്ടോബറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പംകിൻ, അങ്ങനെ മാറിയാന്ന് തോന്നുന്നു ഇവിടെ കൃഷി ചെയ്യുന്നത്. എനിവേ നല്ലതായിരുന്നു. കാര്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മക്കൾക്കും ഒരു ഇഷ്ടമായിരിക്കും ഇങ്ങനെയൊക്കെ വന്ന് പിക്ക് ചെയ്യുന്നത്. പിന്നെ ഫ്രഷ് സ്ട്രോബെറീസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിവേ നമ്മൾ ഒരുപാടൊന്നും പിക്ക് ചെയ്തിട്ടില്ല. ജാക്കിയുടെ ലിച്ചുവിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ബോക്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം പഴുത്തത് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സാക്കിക്കാണെങ്കിൽ ലിച്ചുവിനേക്കാളും കൂടുതൽ സ്ട്രോബെറീസ്, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു അവിടെ. പക്ഷേ നമ്മൾ ഒരുപാടൊന്നും വേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല, അത്യാവശ്യത്തിന് മാത്രം എടുത്തിട്ടാണ് പോയത്. Count the strawberries. Wait, no. Count the strawberries. 1, 2. That one. I saw that one. Actually, this one is not good. Don't take that one. No. One. I'll show you. Go. കിട്ടിയോ? So, how much have you got, Liana? I got, let me count. 1, 2, 3, 4, 5, 6, 7, 8, 9. 1, Okay, good. 2, 3, 4. Are you picking yours up? Yes, strawberry one only. Strawberry today. അപ്പോൾ നമ്മൾ സ്ട്രോബെറീസ് എല്ലാം പിക്ക് ചെയ്ത് നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാക്കിയാണെങ്കിൽ അതിനിടയിൽ എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചു. എന്തോ ലേഡി ബഗ്ഗോ, നമുക്കൊന്നും കാണാൻ പറ്റാത്തതാണ് സാക്കി കണ്ടുപിടിക്കുക. അങ്ങനെ അവനത് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കണം, അത് അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പം അതെല്ലാം കണ്ട് അവിടെ ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നമ്മളങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്ട്രോബെറീസൊക്കെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ അത് അവിടെ പോയി അവിടെ ഒരു ഗേൾ ഇരിക്കുന്നുണ്ട്, അവിടെ കൊണ്ടു കൊടുത്ത് അത് തൂക്കി അതിൻ്റെ ബില്ല് പേ ചെയ്യണം. ഇപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്. സാക്കിക്ക് കൊടുത്തു കേട്ടോ. സാക്കിയുടെ ബോക്സ് എല്ലാം ലിച്ചുവിന് കൊടുത്തു. അങ്ങനെ അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു സമയത്താണ് നമ്മൾ നല്ല സൺഫ്ലവർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സൺഫ്ലവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറച്ചും കൂടെ വൈഡാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതിപ്പോൾ 2-3 റോ ആയിട്ട് മാത്രം നിൽക്കുന്ന കാരണം ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടു സൈഡിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് വെച്ചതെന്ന് തോന്നുന്നു. ബാക്കി കുറേ ബെറീസും
കുറേ സംഭവങ്ങളെല്ലാം ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് ആ സ്ട്രോബെറി അവിടെ നിന്ന് അവർ പിക്ക് ചെയ്ത് വെച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്താ സാക്കി, എന്താണത്? This is goat. Goat. അപ്പോൾ ഈ സ്ട്രോബെറി ഫാമിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അവരൊരു ചെറിയ ഫാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാ അനിമൽസിനും അവർ മിക്സ് ചെയ്തിട്ടുണ്ടുള്ളത്. ഗോട്ടുണ്ട്, ഷീപ്പുണ്ട്, പിഗുണ്ട്, കവുണ്ട്, അങ്ങനെ എല്ലാം. മക്കൾക്കൊരു രസമായിരുന്നു. എനിക്കെന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട്, കാര്യം എല്ലാ അനിമൽസിനും മിക്സ് ചെയ്തിട്ട് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ എനിവേ എല്ലാ അനിമൽസിനും അവരെനിക്ക് തോന്നുന്നത് തുറന്ന് ഒരു ഓപ്പൺ ഫാമാണെന്ന് തോന്നുന്നു. ഇപ്പം സ്ട്രോബെറി പിക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പീക്ക് ഡിസ്ട്രിക്റ്റിലോട്ടാണ്. കേൾക്കാന് നല്ല രസമുണ്ട്. ലിച്ചൊക്കെ അടിപൊളി സോങ് കേട്ടോ, നല്ല മീനിങ് ഫുൾ സോങ്, നല്ല രസമുള്ള സോങ്, അടിപൊളി ഭംഗിയുണ്ടല്ലോ സ്ഥലങ്ങള്. ഇതൊക്കെ ഇവര് വെച്ചുപിടിപ്പിക്കുന്നതായിരിക്കും മരങ്ങളൊക്കെ, അതോ ഇവിടെ ഓൾറെഡി നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ചെറുതായിട്ട് ലഞ്ച് കഴിക്കാൻ കയറി. മക്കളൊക്കെ വിഷമിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നന്ദൂസിൽ കയറിയിട്ട് ചെറുതായിട്ട് ലഞ്ച് കഴിച്ചു. എന്നിട്ടാണ് നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി സ്ഥലങ്ങളാട്ടോ. നമ്മൾ പോകുന്ന വഴിയെല്ലാം ഒരു രക്ഷയില്ലായിരുന്നു. ഈ വീഡിയോയിൽ പോലും നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ്. മസ്റ്റ് ഗോ പ്ലേസ് ആണ് യു കെയിലുള്ളവരാണെങ്കിൽ. Jackie, it's in the hit number. We are not going to hit anyone. No, I'm not going to stop the car. Why? Because I'm driving now. Very beautiful place, isn't it, Licho? അപ്പം ഈ പീക്ക് ഡിസ്ട്രിക്റ്റിലോട്ട് പോകുന്ന വഴി നമ്മുടെ നാട്ടിൽ വയനാട് ചുരം ആ ഒരു സംഭവം കയറി ഇറങ്ങുന്ന പോലെ, സത്യം പറഞ്ഞാൽ ചുരം കയറുന്ന പോലെ ഉണ്ടാവും. കാര്യം ഇതൊരു ഹിൽ സൈഡാണ്. അതുപോലെ നല്ല കയറി പോകും. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. എൻ്റെ ചെവിയൊക്കെ ഒരു സമയം വെച്ചിട്ട് അടഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ലൈക്ക് നാട്ടിലെ പോലെ ചുരം കയറുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റില്ലെങ്കിലും നമ്മളങ്ങനെ പോയി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് മക്കളും ടിക്കറ്റ് കാർ പാർക്ക് ചെയ്യുന്ന ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അതിന് തൊട്ട് സൈഡിലായിട്ട് എന്നെ അട്രാക്ട് ചെയ്തത് ഒരു ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് സൈറ്റ് വരുന്നത് ഇതാണ്. അപ്പം എനിക്ക് ഏകദേശം ഒരു പിടി കിട്ടി ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടോ ആ സൈഡിലെല്ലാ ഡെക്കും അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നിൽക്കുന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഇത് കാണാൻ. പിന്നെ ഇത് ഈ കണ്ടോ ഈ ഹിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഹില്ലാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴേ ഒരു ഈവനിങ് ടൈമായിരുന്നു. എങ്കിൽ പോലും നമുക്കത് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റി. മക്കളും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഇത്ര അടുത്ത് കാണുന്നത് അവർ യു കെയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ പീക്ക് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ചേർന്നിട്ടാണ് പീക്ക് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഡൗഡെയിലാണ്. അതുപോലെ നമുക്ക് ഈ മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ പ്ലേസസ് ഉണ്ട്. അത്യാവശ്യം ഒരു നല്ലൊരു ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത് വരുന്നവരാണെങ്കിൽ മോർണിംഗ് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസാണ്.
അങ്ങനെ അപ്പോൾ നമുക്ക് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയത് കാരണം നമ്മൾ ഡൗഡയിൽ മാത്രമേ ഇപ്പം പോയിട്ടുള്ളൂ. കണ്ടോ എന്ത് ഭംഗിയാണ് ആ വെള്ളം കാണാൻ. ക്ലിയർ വാട്ടർ അല്ല, പക്ഷേ ആ ഒരു നാച്ചുറൽ വാട്ടർ ആയത് കാരണം അത് ആ ഒരു ഹിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ 2 ഹിൽസിൻ്റെ സൈഡിലൂടെ വരുന്നത് കാരണം ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ നമുക്ക് കണ്ടോ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയുള്ള വാക്ക് വേ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഇത് കാരണം കയ്യിരിപ്പ് കാരണം നമ്മൾ ആ ഹിൽ സൈഡിലൂടെയാണ് നടക്കുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ മക്കൾക്കെല്ലാം വാട്ടർ ടച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ കുറച്ച് അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് നടക്കാൻ പറ്റും ഈ ഒരു ഹിൽ സൈഡിലൂടെ നടക്കുന്ന സമയത്ത്. കുറച്ച് അഡ്വഞ്ചറസ് ആണ്, കാരണം ആ റോക്സ് എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റോക്സ് ആണ്, മാത്രമല്ല ഇങ്ങനെ തെന്നി മാറുന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കണ്ടോ ഇലാരിക്കാണെങ്കിൽ സാക്കിനെ ഹെൽപ്പ് ചെയ്യാണ്. ലിച്ചുവിന് അത്യാവശ്യം ബ്രേവ് ഒക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം അത് കാരണം ലിച്ചുവിന് കുഴപ്പമില്ലായിരുന്നു. സാക്കിക്ക് ഇത്രയും ഇങ്ങനെ റോക്സ് എല്ലാം കണ്ടപ്പോൾ ഒരു ചെറിയ പേടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിവേ അവരെന്തായാലും അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കൾക്കെല്ലാം വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഗ്രൂപ്പ് ട്രിപ്പൊക്കെ ആണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പിന്നെ 2 പേർക്കും അവധി കിട്ടിയപ്പം പെട്ടെന്ന് ചാടിക്കയറി പോകുന്നതാണ്. എനിവേ മക്കൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. വന്ന വഴിയിലൂടെ തിരിച്ചു പോകണ്ട, അത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നല്ലൊരു വാക്ക്വേയിലൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ നെക്സ്റ്റ് അഡ്വഞ്ചർ നമ്മൾ കാണിക്കുന്നത്. അപ്പം ഈ ഒരു നടുക്കിലൂടെ നമ്മൾ ട്രൈ ചെയ്യാണ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അപ്പുറം വാക്ക്വേയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരപ്പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ അങ്ങനെ ക്രോസ് ചെയ്യുന്നത് സേഫ് അല്ല എന്നൊക്കെ. പക്ഷേ നമുക്ക് തിരിച്ചു പോകാനുള്ളത് ചിന്തിക്കാൻ വയ്യാത്തത് കാരണം നമ്മൾ ക്രോസ് ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം ഞാനും ലിച്ചും ക്രോസ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിരിച്ചു പോകാൻ തോന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പ്ലേസാണ്, അത്രയും ഭംഗിയാണ് കാണാൻ. നമ്മൾ എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ കാണിച്ചതല്ല, ഇതിൻ്റെ നടുക്ക് നമുക്ക് ഒരുപാട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസസ് ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മക്കൾ ഒരുപാട് സമയം വെള്ളത്തിൽ കളിച്ചു. കുറച്ച് ഒരു ഹാമൊന്നും ഇല്ലാത്ത വാട്ടർ, കാര്യം നല്ല റോക്സിൻ്റെ ഒക്കെ ഇടയിലൂടെ വരുന്ന വെള്ളമായത് കാരണം മക്കൾക്കും ഒരു കുഴപ്പമില്ല. അങ്ങനെ മക്കളാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ എൻജോയ് ചെയ്തു, ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ലൊരു പ്ലേസായിരുന്നു. ടൈമില്ലാത്ത കാരണം നമ്മൾ ഇവിടെ മാത്രമേ ഇപ്പം പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം പോകുന്ന സമയത്ത് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കും. വരുന്ന സമയത്താണെങ്കിൽ സാക്കിയുടെ ഷൂവിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരും ഷൂവിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനത് വെച്ച് നടക്കാൻ ബുദ്ധിമുട്ടായത് കാരണം ഇലാനിക്ക് അതെല്ലാം റിമൂവ് ചെയ്ത് അവനെ എടുത്ത് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ പറയുക, പക്ഷെ ഒരുപാട് നടക്കാനുണ്ട് തിരിച്ച്. എങ്കിൽ പോലും മാനേജ് ചെയ്ത് നടന്നു. ഞാനും ഇലാനിക്കായിട്ട് എടുത്തെടുത്ത് അങ്ങനെ നടന്നു. ആ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് പോരാൻ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. അതാണ് സത്യം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിവിടെ സൈഡിൽ എവിടെയെങ്കിലും ഒരു വീട് വെച്ചിട്ട് താമസിച്ചാലോ. അപ്പോൾ അത്രയും ഭംഗിയുള്ള പ്ലേസ് ആയത് കാരണം നമുക്ക് തിരിച്ച് പോരാൻ തോന്നില്ലായിരുന്നു. ഇനി നമ്മൾ ഒരു 7:30 ആ ഒരു സമയമായപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുന്ന പ്ലേസുകളെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് കണ്ടോ, വീഡിയോസിലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്.